വിയോജിക്കുന്നവർ സംവദിക്കുന്നത് വരുംകാലത്തോടാണെന്ന് പറയാറുണ്ട്. ഇന്ന് ഉമർ ഖാലിദ് പറഞ്ഞു, യഹി ഹാ സിന്ദഗി. മറ്റുള്ളവർക്ക് ജാമ്യം കിട്ടിയ കാര്യത്തിൽ ഞാൻ സന്തോഷവാനാണ്. ജീവിതം ഇനി ഇങ്ങനെയൊക്കെ തന്നെയാണ്. ആ വാക്കുകൾക്ക് കോടതി വിധിയേക്കാൾ ശക്തിയുണ്ട്. അത് വന്നു തറയ്ക്കുന്നത് മനസാക്ഷിയുള്ള സകല മനുഷ്യരുടെയും നെഞ്ചിലാണ്. വരുംകാല ചരിത്രകാരന്മാർ ചോദിക്കാൻ പോകുന്നത് വത്താലി വിധിന്യായം കൃത്യമായി കോടതി പിന്തുടർന്നിരുന്നോ എന്നല്ല, വിചാരണ കൂടാതെ ഒരു മനുഷ്യൻ്റെ 5 വർഷം കവർന്നെടുത്തത് എന്തുകൊണ്ട് ജാമ്യം നൽകുവാൻ മതിയായ ഒരു കാരണമായില്ല എന്നാണ്. ഇവിടെ പരാജയപ്പെടുന്നത് ഉമർ ഖാലിദും ഷർജിൽ ഇമാമും മാത്രമല്ല, നീതി സ്വപ്നം കാണുന്ന സകല മനുഷ്യരുമാണ്. സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി ലക്ഷ്യമാക്കുന്ന ഭരണഘടനാ പദ്ധതിയാണ്. ഈ രാജ്യത്തിൻ്റെ മനസാക്ഷിയാണ്. എൻ്റെ വിയോജിപ്പ് ഞാൻ ഇവിടെ ഇങ്ങനെ രേഖപ്പെടുത്തുന്നു. കാരണം ഭരണഘടന സംരക്ഷിക്കാൻ കോടതികൾ പരാജയപ്പെടുമ്പോൾ ഭരണഘടന എന്തെന്ന് വിശദീകരിക്കാനുള്ള ബാധ്യത